ആരോ വിളിച്ചിട്ട് വന്ന മാതിരി. സ്റ്റുപ്പിഡ്. Keep it up. ഞാൻ നിർത്തി മിസ്റ്റർ പ്രകാശ്. ഇരിക്കും മിസ്റ്റർ പെരേര. നമുക്കൊരു ഗെയിം കൂടി കളിക്കാം. പണം ഒരു പ്രശ്നമാക്കേണ്ട. അതല്ല മിസ്റ്റർ പ്രകാശ്, എനിക്ക് പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. അതാ എന്റെ അത്യാവശ്യം. എന്റെ പുലിക്കുട്ടി തീറ്റ പോലും കിട്ടാതെ വിഷമിക്കുകയാണ്. പുലിക്കുട്ടിയോ? വാട്ട് പുലിക്കുട്ടി മിസ്റ്റർ പ്രകാശ്? യെസ് മിസ്റ്റർ പെരേര, എന്റെ പുലിക്കുട്ടി ഉടനെ ഇവിടെ എത്തും. Sit down. എന്തായാലും മിസ്റ്റർ പ്രകാശ് പറഞ്ഞത് ഒരു കൈ കൂടി നോക്കിക്കളയാം. വെൽക്കം മൈ ബോയ്. താങ്ക് യു. ഒന്ന് പുറത്തേക്ക് വരണം പ്രൈം മിനിസ്റ്റർ ജനാർദ്ദനൻ. ഞാനോ? എന്തിന്? ചെല്ലും മിസ്റ്റർ പെരേര. വെറുതെ ബലം പിടിച്ച് മലം കളയാതെ എന്റെ മുതല കുഞ്ഞുങ്ങളോട് പോയി സംസാരിച്ചോളൂ. അവരൊന്ന് ഹാപ്പി ആയിക്കോട്ടെ. സോങ് കഴിഞ്ഞു, ഇനി സീനിലേക്ക് കിടക്കാം. എന്തിനാ പ്രകാശ് എന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കുന്നത്? പീഡിപ്പിച്ചതല്ല, ഞങ്ങളൊന്ന് പേടിപ്പിച്ചതാ. ചില സമയങ്ങളിൽ ഈ സത്യൻ സാർ ഇങ്ങനെയാ. ചോദിച്ചിട്ടും പറഞ്ഞില്ലെങ്കിൽ ഇടിച്ചു പറപ്പിക്കുന്നതിന് പകരം ആദ്യം എടുത്തിട്ടും കലക്കും, എന്നിട്ടേ ചോദിക്കൂ. സീൻ കഴിഞ്ഞു, ഇനി ഫൈറ്റിലേക്ക് കിടക്കാം. അയ്യോ, എന്റെ കൈയൊടിക്കല്ലേ. ചോദിക്കാത്ത തന്നെ ഞാൻ എല്ലാം പറയാമേ. ഓ, നമുക്കൊന്നുകൂടി എടുക്കാൻ കയറണം. അതൊക്കെ മതി സാറ്. പഴയ ആളായതുകൊണ്ടാ പിന്നെയും പിന്നെ എടുക്കണം തോന്നുന്നു. ഓക്കെ ഓക്കെ, അടുത്ത സീൻ എടുക്കാം. സർ, ഓട്ടോഗ്രാഫ് പ്ലീസ്. നല്ല ഫീച്ചേഴ്സ് ആണല്ലോ. സിനിമയിലൊന്ന് ട്രൈ ചെയ്തൂടെ? എന്റെ പേഴ്സണൽ നമ്പർ കുറിച്ചിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു സർ. അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിലും വിളിക്കുന്നോണ്ട് വിരോധമില്ല കേട്ടോ. ഭഗവാനേ. പോയി എല്ലാം പറഞ്ഞു. തല്ലി നുറുക്കിട്ടും ഞാൻ സാറിന്റെ പേര് പറഞ്ഞില്ല. പക്ഷെ ചന്ദ്രന്റെ കാര്യം മതിയല്ലോ. ബാക്കി അവൻ ചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കും. വിവരമില്ലാത്തവൻ. സത്യനാഥനോട് പറഞ്ഞേ പോട്ടെ, അയാൾക്ക് ഈ കേസിൽ വലിയ റോളൊന്നുമില്ല. CBIയുടെ അടുത്ത് താൻ വായോർക്കാരുന്നാ മതി. ഇതുവരെ എല്ലാ പ്ലാനിങ് കൃത്യമായിരുന്നു. ഇന്നലെ CBIക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് ആ സഞ്ജനയുടെ ആളുകളാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നത്. സാർ, ഷോട്ട് റെഡി. ഓ, അനിയൻ ചെല്ല്. നാളെ പടം റിലീസ് ഒന്നും അല്ലല്ലോ. സത്യനാഥനിപ്പോ ലീവില. താനൊരു കാര്യം ചെയ്യും, അനാവശ്യമായ ആൾ തന്നെ തട്ടിക്കൊണ്ടുപോയി തല്ലിച്ചതച്ചൊന്നൊരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്ക്. എന്നിട്ട് നേരെ പോയി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. ചന്ദ്രന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്യാനാ ഉദ്ദേശം? സുഗമമായ സഞ്ചാരത്തിനിടയിൽ കാലിൽ തറയ്ക്കാൻ സാധ്യതയുള്ള ചില മുള്ളുകളെ പിഴുതു കളയേണ്ടി വരും. സിനിമയിലായാലും ജീവിതത്തിലായാലും. ഞാൻ നടി സഞ്ജനയുടെ ഡ്രൈവറാ. മാഡത്തിനോടൊന്ന് സംസാരിക്കാൻ. വരൂ, പറയൂ. ഗോവയിലായിരുന്ന കാലം മുതലേ എനിക്ക് സഞ്ജനയെ അറിയാം. കേരളത്തിൽ നിന്ന് ചരക്കുകൾ എടുത്ത് ഗോവയിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ലോറി ഓടിച്ചിരുന്ന എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് സഞ്ജനയുടെ നല്ല മനസ്സാ. ചതിച്ചതാ എന്റെ സഞ്ജനയെ. എല്ലാവരും ചേർന്ന് ചതിപ്പെടുത്തിയതാ. ചതിച്ചെന്നോ? ആര്? അവൻ മലയാള സിനിമയിലെ യുവതാരം കിരൺ. അവൻ പറഞ്ഞിട്ടാ ജനാർദ്ദനൻ എന്റെ സഞ്ജനയെ കുറിച്ച് ഇല്ലാവചനങ്ങൾ എഴുതിയത്, അവളുടെ ഫോട്ടോ ഇന്റർനെറ്റിലാക്കിയതും. സത്യനാഥൻ സാറ് സഞ്ജനയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ബഹളം വെക്കാൻ സ്വന്തം ഫാൻസുകാരെ അയച്ചതും കിരണ. കിരണിന് സഞ്ജനയോട് ഇത്ര വൈരാഗ്യം തോന്നാൻ എന്താ കാരണം? സൗന്ദര്യമുള്ള ഏത് പെണ്ണിനെയും നോട്ടിടുന്ന ആളാ കിരൺ. ആ ഉദ്ദേശത്തോടെ സഞ്ജനയെ ഒരു സിനിമയിലേക്ക് അയാൾ കാസ്റ്റ് ചെയ്തു. പക്ഷെ സഞ്ജന അയാൾക്ക് വഴങ്ങിയില്ല. പിന്നെ പകയായി, ഭീഷണിയായി, പ്രതികാരമായി. അന്ന് തുടങ്ങിയതാ അയാള് ജനാർദ്ദനെ കൊണ്ട് വാരികയിൽ വൃത്തികേടുകൾ എഴുതിക്കാൻ. കിരൺ പറഞ്ഞെന്ന് വെച്ച് ജനാർദ്ദനൻ അങ്ങനെ എഴുതണം എന്നുണ്ടോ? അയാളൊരു ജേർണലിസ്റ്റ് അല്ലേ? ജേർണലിസ്റ്റ്? കിരണിനെ ഭാര്യന്റെ മുറിയിലാക്കിയിട്ട് വരാന്തെ കിടന്നുറങ്ങാൻ മടിയില്ലാത്തവനാ. അതിനവരേതോ
ആയുർവേദിക് ഹോസ്പിറ്റൽ നടത്തുമല്ലേ? ഹോസ്പിറ്റല്, ഒരു ഒഴിച്ചിൽ കേന്ദ്രം, അതിന്റെ മറവിൽ നടക്കുന്നൊക്കെ ഈ നാട്ടിൽ പാട്ടാ. ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനേ ഒഴിച്ചിലും പിഴിച്ചിലും മാത്രം പോരാ, വേറെ ചില ട്രീറ്റ്മെന്റുകളും വേണം. അത്തരം ചില എക്സ്ട്രാ പാക്കേജുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെ എക്സ്ട്രാ പാക്കേജുകൾ മിസസ് ലളിതാബായി കൊടുക്കും? സിനിമാ താരം കിരണിന് നൽകാറുള്ള ട്രീറ്റ്മെന്റ് CBIക്ക് കൊടുക്കുവോ? എന്താ കൊടുക്കോ? ഐ എം നന്ദിനി വർമ്മ ഫ്രം CBI. എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ പറ്റൂ. അണ്ടർസ്റ്റാൻഡ്? അത് പിന്നെ കിരൺ സർ, വിമൽ കൊല്ലപ്പെട്ട ദിവസം നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ വിമലിന് നൽകാനുള്ള 10 ലക്ഷം രൂപ കൊടുത്തുവിട്ടത് കിരണായിരുന്നു. ഒരു പ്രൊഡ്യൂസർ തന്റെ ചിത്രത്തിന്റെ അഡ്വാൻസ് ആയി ആ തുക കിരണിന് നൽകിയത് ഇവിടെ വെച്ചായിരുന്നു, അല്ലേ? അല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ, ഇന്ദു, പ്രൊഡ്യൂസർ ജോസഫ് ഇടിക്കുള, ഇയാളായിരുന്നു അന്ന് ഇവിടെ വെച്ച് ആ പണം തന്നത്. കൃത്യം നടന്ന രാത്രി ജനാർദ്ദനൻ ആദ്യം വിളിച്ചത് കിരണിന്റെ പേഴ്സണൽ മൊബൈലിലേക്കായിരുന്നു. അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞപ്പോ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ച ശേഷം വീണ്ടും നിങ്ങളെ വിളിച്ചു. എന്തിന്? നിങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ടൊന്നുമല്ല അതെന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണേ ഉള്ളൂ. കിരൺ അന്ന് രാത്രി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, അല്ലേ? കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഈ ഭാവം കണ്ടപ്പോഴേ മനസ്സിലായി. സോ പ്ലീസ് കം വിത്ത് us. എങ്ങോട്ട്? ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു സ്റ്റാർ ആണ് ഞാൻ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാവാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വെച്ച്. സമ്മതിച്ചു, ഒരുപാട് ആരാധകരുണ്ട് തനിക്ക്. പക്ഷേ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന തന്റെ സഹപ്രവർത്തകരെല്ലാവരും എന്റെ ആരാധകരായി മാറും. കാണണോ? ഞാൻ വരാം. സത്യം തുറന്നു പറയുന്നതാ രണ്ടുപേർക്കും നല്ലത്. സഞ്ജനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ നിങ്ങൾ മെനഞ്ഞെടുത്ത ക്രിക്കറ്റ് പ്ലേയുടെ ക്ലൈമാക്സ് ആയിരുന്നില്ലേ ഈ മർഡർ? ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യണം? ചില്ലറ വീക്ക്നെസ്സുകളൊക്കെ എനിക്കുണ്ട്, സമ്മതിച്ചു. അതല്ലാതെ ആ വീക്ക്നെസ് നിങ്ങൾ സഞ്ജനയോട് എടുത്തു. അവൾ വഴങ്ങാതിരുന്നപ്പോ വാശിയായി. എങ്ങനെ മുട്ടുകുത്തിക്കണമെന്ന വാശി. ഇയാളുടെ വാരികയിൽ സഞ്ജനയെക്കുറിച്ച് നിരന്തരം ഗോസിപ്പുകൾ എഴുതിപ്പിച്ചു നിങ്ങൾ. എന്റെ മാഡം, ഇതൊക്കെ തെറ്റിദ്ധാരണകളാ. ഒരു ഫിലിം സ്റ്റാർ എന്ന നിലയിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിക്കുന്നുണ്ട് എന്നെ. അതുപോലെ സഞ്ജനയെ മോഹിച്ചു കാണും, മറ്റു പെണ്ണുങ്ങൾ മോഹിച്ചിട്ടുണ്ടാവാം. ഈ ചോദ്യം ചെയ്യൽ നാടകം കഴിഞ്ഞ് ഞാനങ്ങ് പോയി കഴിയുമ്പോ മാഡത്തിന് തോന്നാവുന്നതേ ഉള്ളൂ ആ മോഹം. നിന്റെ ആ വൃത്തിയിട്ട മോഹം നടക്കില്ലെന്ന് ബോധ്യമായ സമയത്താണ് ഫോട്ടോയുമായി വിമൽ എത്തിയത്. 10 ലക്ഷം രൂപ അയാൾക്ക് നൽകി ഫോട്ടോസ് സ്വന്തമാക്കാൻ നീ തീരുമാനിച്ചു. പക്ഷേ ആ 10 ലക്ഷം രൂപ കയ്യിൽ വെച്ച് വിമലിനെ വകവരുത്താനായിരുന്നു ജനാർദ്ദനന്റെ പദ്ധതി. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൃത്യം നടന്ന രാത്രി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് മുമ്പ് താൻ ഇയാളെയാണ് ഫോൺ ചെയ്തത്, കിരണിനെ. ഞാൻ എന്റെ വൈഫിനെയാ വിളിച്ചത്. ഓ, മിസസ് ലളിത